5 എപ്പിസോഡിന്റെ ഒരു സൈഡ് വിങ് ആയിട്ട് നമ്മൾ യാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തക്കണം ഇടയായി. കാരണം നോവയുടെ യാഗത്തോടുള്ള ബന്ധത്തിൽ ചില സഹോദരിമാർക്കുണ്ടായിരുന്നതായ സംശയമാണ് യാഗം എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതായ അതിന്റെ ഉത്ഭവം എങ്ങനെയാണെന്നുള്ള കാര്യം മറ്റും അത് ഒന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഭാഗം എടുത്തത്. അതിനു മുമ്പായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ന്യായപ്രമാണം നേരിട്ട് ലഭിച്ചവർക്കും മനസാക്ഷിയുടെ ലഭിച്ചവരെ ഓർക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് നാം ഈ യാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഇടയായത്. ആ യാഗങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ആദ്യം യാഗത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ കാണുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അർക്കപ്പെട്ട കുഞ്ഞാടെന്നുള്ളതാണ്. അതിൻ്റെതായ ചില ആത്മീയ സത്യങ്ങൾ പുതിയ നിയമ വ്യവസ്ഥകളിലോട്ട് കടന്നു വരുന്നത് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിച്ചു. അത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞുവെങ്കിലും അതിൻ്റെതായ സമ്മപ്പ് ചെയ്യാൻ തക്കവണ്ണം സാധിച്ചില്ല. അത് ഞാൻ പറയട്ടെ, അത് 2 കാര്യങ്ങളാണ് ഈ ലോക സ്ഥാപനം മുതൽ തന്നെ എന്നുള്ള പറയുന്നതായ ആ വാക്കിനാൽ കർത്താവിന്റെ യാഗത്തെ പരാമർശിച്ചുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ അർത്ഥം വ്യക്തി 2 വിധത്തിൽ പോകുന്നതായിട്ട് കാണാൻ തക്കോണം പറ്റും. പ്രത്യക്ഷമായി ഒന്ന് മൂവരുടെ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൻ്റെതായ പരിപൂർണമായ മൂവരും പെട്ടതായ ഒരു പ്രവർത്തനമാണ് മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി ദൈവം ഉപയോഗിച്ചതായിട്ട് കാണാൻ തക്കോണം സാധിക്കും. അത് നമ്മൾ ആദ്യം എങ്ങനെയാണ് കാണുന്നത്? പിതാവ് എങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്ന പോലെ അതെങ്ങനെയാണല്ലോ, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയും. അപ്പൊ ദൈവം ലോകത്തെ സ്നേഹിച്ചു, അത് പുത്രനെ നൽകിക്കൊണ്ടാണെന്നുള്ള പറയുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ പുത്രന്റെ പ്രതികരണം നാം എബ്രായലേഖനം 10:5 വാക്യത്തിൽ വായിച്ചു. അങ്ങനെ ആ വഴിപാട് നീ ഇച്ഛിച്ചില്ല, ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ ആ പിതാവിൻ്റെതായ ആഗ്രഹ നിവൃത്തീകരണത്തിനായിട്ട് കടന്നു വരുന്നതാണ്. അപ്പൊ പുത്രന്റെ പ്രവേശനം, പിതാവിന്റെ ആഗ്രഹ നിവൃത്തീകരണം, അത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം പുത്രൻ മനുഷ്യനെ അവതരിക്കുന്നത്, അവതരണത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ഉളവാക്കിയതായ രക്ഷായം. അതുകൂടാതെ എന്റെ രക്ഷ മാത്രമല്ല, പ്രത്യക്ഷമായിട്ട് 2 കാര്യങ്ങൾ കർത്താവിന്റെ ഓഫീസോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ തക്കവണ്ണം പറ്റും. ഒന്ന് രക്ഷയും, നമുക്ക് ഈ ഭൂലോകത്തിലെ പിതാവിനെ പുത്രനോട് ആരാധിക്കാൻ തക്കവണ്ണമുള്ള അഭിഷേക അധികാരവും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് പ്രത്യക്ഷമായ 2 കാര്യങ്ങളാണ്. അതിനോട് ബന്ധപ്പെട്ട് വേറെയും പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ പ്രത്യക്ഷമായ 2 കാര്യങ്ങളാണ് നാം അതിനോടുള്ള ബന്ധത്തിൽ ഗ്രഹിക്കേണ്ടത്. അപ്പോ പിന്നെ കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, എന്നാൽ മാത്രമേ കാര്യസ്ഥൻ വരികയുള്ളൂ. The advocate cannot come if I am not going to my father. So പിതാവിന്റെ അടുത്ത് താൻ പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് വന്ന ശേഷം അവിടെയും പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾ യഹൂദയിലും ജെറുസലേമിലും യഹൂദിയരും ശമര്യയിലും ലോകത്തിന്റെ എല്ലായിടങ്ങളിലും തന്നെ സുവിശേഷം നിങ്ങൾ ഘോഷിക്കും എന്ന് പറയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവേശനോട് കൂടിയാണ് ശക്തി ലഭിച്ചുകൊണ്ടുള്ളതായ പ്രവർത്തനം. അങ്ങനെ ഈ 3 വിധത്തിലുള്ളതായ കൂട്ടരുടെയും പ്രവർത്തനത്തെയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറയുമ്പോൾ, ലോകസ്ഥാപനത്തിന് മുമ്പേ നാം പഠിക്കാൻ നേരത്തൊരു കാര്യം തക്കവണ്ണം സാധ്യമാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാനവരാശിയെ പരിപൂർണമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു വീണ്ടെടുപ്പിനെയാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ കർത്താവിൻ്റെതായ വീണ്ടെടുപ്പ് മൂലം
മുമ്പുള്ളവർക്കും പിമ്പുള്ളവർക്കും അപ്പൊ അപ്പൊ എല്ലാ കാലത്തും കിട്ടുന്നത്. അപ്പൊ യേശു പിന്നെ വായിക്കുന്നുണ്ടല്ലോ, യേശു ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു യേശു ഇന്നലെ ഇന്നും എന്നും അനന്യനാണെന്ന്. അപ്പോൾ ഈ ആത്മീയമായ കാര്യം പഠിക്കാൻ നേരത്ത് എറ്റേണൽ എഫക്ട് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ഈ എറ്റേണൽ എഫക്റ്റിലാണ് ഇന്ന് നമ്മുടെ രക്ഷ പഴയ അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്നതും. ഇപ്പൊ രക്ഷ ഒരുക്കിയിട്ട് 2000 ചില വർഷമായി. എന്നാൽ ആ ശ്രീയുടേതായ പ്രത്യാഘാതം അല്ലെങ്കിൽ അതിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതും ആ കാലത്താണ് ലഭിച്ചതും മുമ്പുള്ളവർക്കും ലഭിച്ചത്. അപ്പൊ എല്ലാവർക്കുമായിട്ട് ഏക യാഗം മധ്യ നിൽക്കുകയാണ്. പുത്രന്റെ യാഗം മധ്യ നിന്നുകൊണ്ട് പഴയ നിയമ വിശുദ്ധന്മാരെയും പുതിയ നിയമ വിശുദ്ധന്മാരെയും അപ്പൊ എല്ലാ കാലങ്ങളിലുള്ളവരെയും ക്രിസ്തുവിൽ വീണ്ടെടുക്കുന്നതായ ഒരു വീണ്ടെടുപ്പിനെയാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറയുന്നതിൻ്റെതായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ രണ്ടാമത്തെ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത് യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോഴാണ്. യാക്കോബിന്റെ ലേഖനം വായിക്കാൻ നേരത്ത് 2-ാം അധ്യായത്തിൽ യാക്കോബ് ഒരു കാര്യം പ്രത്യക്ഷമായിട്ട് അവിടെയുള്ള ഒരു സഭയുണ്ട്. താൻ ഏത് സഭയ്ക്കാണ് എഴുതുന്നത്, ആ സഭയുള്ള ബന്ധത്തിലുള്ളതായ ചില കാര്യങ്ങൾ താൻ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന്. അപ്പോൾ ഒരുവൻ സ്വർണത്തിന്റെ മോതിരം ഇട്ട് വരുന്നവനെ നിങ്ങൾ മുമ്പിലിരുത്തുകയും അല്ലെങ്കിൽ സമ്പന്നരെ ഈ മനുഷ്യമാർന്നതായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭയിൽ ഭിന്നത കാണിക്കുന്നതിൻ്റെതായ ആ കാര്യങ്ങളെയാണ് യാക്കോബ് അവിടെ എടുത്ത് വെളിപ്പെടുത്തുന്നത്. അപ്പോ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറയാണ്, ദൈവം ഏകനെന്ന് അറിയുന്നു. അപ്പോൾ ദൈവം ഏകനെന്നുള്ളതായ ആ വാക്യം യാക്കോബ് 2:19 എടുത്ത് ഉപയോഗിക്കാൻ കാരണം സഭയെ വെളിപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ദൈവം ഏകനെന്നുള്ള അവസ്ഥയിൽ ദൈവം ഉദ്ദേശിക്കുന്നത് തന്റെ പുത്രന്റെ ശരീരമായി തീരുന്നതായ ആ സഭ ഏകമായിരിക്കണം, അല്ലെങ്കിൽ ഭിന്നത കൂടാതെ ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോ ദൈവം ഏകെന്ന അവസ്ഥയിൽ അവിടെ യാക്കോബ് അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സഭയിലുള്ള വ്യത്യാസങ്ങളോ സമ്പന്നതയോ സ്വത്തോ ഒന്നും അല്ല സഭയുടെ ഉള്ളതായ ഏകീഭാവത്തിൻ്റെതായുള്ള മാനദണ്ഡം. എന്നാൽ ക്രിസ്തുവിന്റെ താഴ്ചയിലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് കീഴിൽ അവന്റെ രൂപം തന്നെ മനോഭാവം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അവൻ ദൈവരൂപത്തോട് ഇരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുഴുവൻ പിടിച്ചോളണം വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്തു, തന്നെത്താൻ ഒഴിഞ്ഞു, വേഷത്തിൽ മനുഷ്യനായി തീർന്നു, തന്നെത്താൻ താഴ്ത്തി ക്രൂശിന്റെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനോഭാവത്തിൽ സഭയുടെ ഓരോ അംഗങ്ങളും സകലവിധ ഭിന്നമായ ചിന്താഗതികളെയും വിട്ടുകൊണ്ട് ഏകീഭവിക്കുന്നതാണ് അത് മനസ്സിലാക്കുന്നത്. അത് നാം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നാം ഇങ്ങനെ വായിക്കുന്നത്: അർക്കപ്പെട്ട കുഞ്ഞാട് ജാതികളിലും വംശങ്ങളിലും അങ്ങനെ എല്ലാ ഭാഷകളിൽ നിന്നുള്ളവരെയും താൻ വിലക്ക് വാങ്ങി അവരെ രാജ്യവും പുരോഹിതന്മാരാക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രാജാക്കന്മാരായ പുരോഹിതന്മാരാക്കി വെച്ചിരിക്കുന്നു. അപ്പോ അവൻ പറയാണ്, അവൻ സമ്പത്ത് സ്വീകരിക്കുവാനും ജ്ഞാനം സ്വീകരിക്കുവാനും അവൻ എല്ലാ വിധത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ യോഗ്യനാണ്. കാരണം പറയാണ്, അവൻ അതെല്ലാം ത്യജിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷ തന്നിരിക്കുന്നത്. അപ്പോൾ താൻ അവൻ്റെതായ ആ ദാരിദ്ര്യത്തിൽ നമ്മൾ സമ്പന്നന്മാരായെന്ന് പറയുന്നു. അപ്പോൾ താൻ ദരിദ്രനായി തീർന്നുകൊണ്ടാണ് തന്റെ എല്ലാവിധ ദാരിദ്ര്യമാണ് ആ ക്രൂശിന്മേൽ കണ്ടാൽ മനുഷ്യനല്ലാത്ത തോന്നാത്തത് എല്ലാം ഒഴിഞ്ഞവനായിട്ട് നമ്മുടെ രക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഈ രക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സഭയാണ്. അപ്പൊ ആ സഭയിൽ ആ രക്ഷയുടെ അടിസ്ഥാനമാവുന്നതായ എല്ലാം ഒഴിഞ്ഞ ഒരു കൂട്ടരായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നായാൽ പലരായി നിങ്ങൾ ഒന്നാവുന്നു എന്ന് പറയുന്നതായ 1 കൊരിന്ത്യർ 10:16 നമ്മൾ വായിക്കുന്ന പോലെയുള്ള ഏകീഭാവത്തെ കാണിക്കുവാൻ തക്കവണ്ണമാണ് ആ ദൈവം ഏകനായ, അല്ലെങ്കിൽ ത്രിക ദൈവൻ ഏകെന്ന അവസ്ഥയിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അർക്കപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു ചിത്രീകരണം കർത്താവിന്റെ യാഗത്തോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ട് ഗ്രഹിക്കുന്നത് വെച്ചാല് 2 കാര്യമാണല്ലോ: മൂവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, പിന്നെ അതിനകത്ത് അവനെ വായിക്കുന്നുണ്ട് മൂവർ ഒരുമിച്ച് പ്രവർത്തിക്കൊണ്ടുള്ള ബന്ധം. ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഈ പ്രവർത്തിച്ച ശേഷം ഉണ്ടാവുന്ന സഭയിൽ കൂടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം അത് ചെയ്യാൻ തക്കോണ്ടുള്ളതായ ആത്മീയ കൃപാവരങ്ങൾ കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്.
ഇത് എന്തിനാണെന്ന് വെച്ചാൽ പ്രയോജനത്തിന് വേണ്ടിയാണെന്ന് പറയുന്നത്. ആരുടെയും സ്ഥാനമാനങ്ങൾക്കോ ഉയർന്നതായ സ്ഥലങ്ങൾക്കോ അലങ്കാരമായിട്ടൊന്നും അല്ല ഈ കൃപാവരങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം സഭയിൽ ഓരോരോ കൃപാവരങ്ങളെ എടുത്ത് ഉപയോഗിക്കേണ്ടെന്ന കാര്യം പ്രത്യക്ഷമായിട്ട് കൃപാവരങ്ങൾ കൊണ്ടുപോകുന്ന ബന്ധത്തിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോ അവിടെ അതിന്റെ 1 തൊട്ട് 2 വാക്യങ്ങൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നമ്മ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അവിടെ കൊണ്ട് പറയുന്നത് ദൈവേകനത്രേ പുത്രനാളുള്ളതായ ഒരു ശുശ്രൂഷ, പരിശുദ്ധാത്മാവ് ശുശ്രൂഷ നിമിത്തിയിരിക്കുന്നവൻ. അപ്പോൾ ഏകനായ ദൈവത്തിൻ്റെതായ ശുശ്രൂഷ, അതിന്റെ ഉടയനുമായിട്ട് വെച്ചിരിക്കുന്ന പുത്രന്റേതായ ശരീര അവസ്ഥയിലുള്ളതായ ശുശ്രൂഷ പുതുസഭയ്ക്ക് ഉള്ളതാണെന്ന കാര്യം അവിടെ നാം വായിക്കുന്നുണ്ട്. അത് ചിലവർക്ക് ഇന്ന കൊടുക്കുന്നു, ചിലവർക്ക് അന്യഭാഷ കൊടുക്കുന്ന പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതില് ആരും ഉഴുവാൻ തക്കോണം ഇടയാകരുത്. കാരണം നാം അവിടെ ആ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ അവിടെ ഈ കൃപാവരങ്ങളുടെ ബന്ധത്തിൽ അവർ ഭിന്നമായ അവസ്ഥകൾ ഉണ്ടായിരുന്നു. കൃപാവരങ്ങൾ ഇന്ന് ചില സഭകളിൽ നമ്മൾ കാണുന്ന പോലെയുള്ളതായ, ഇന്ന് നമ്മളുടെ സഭയെയും ഒരളവിൽ തരം താഴ്ത്തി കെട്ടുന്നതായ ചില ശൂന്യമായ മനോഭാവത്തിൽ കാര്യങ്ങളെ ഗ്രഹിക്കാതെ ചില ആൾക്കാർ നമ്മളുടെ മുമ്പിൽ വെക്കുന്ന ആരോപണങ്ങൾ ഇതൊക്കെയാണ്. കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പൂഴുകയാണ്. അപ്പോ ഈ കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂഴുന്നുള്ള അവസ്ഥയെ കുറിച്ചിട്ട് യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അവർ വെള്ളമില്ലാത്ത മേഘങ്ങൾ, അവർ ഏതാണ് കഞ്ഞിലെ കടിക്കുന്ന കല്ലുകൾ എന്നൊക്കെ പറഞ്ഞു. പറയുന്നത് അങ്ങനെ പറയുന്നത് കൃപാവരങ്ങളെ കുറിച്ചിട്ട് അതിന്റെ താഴെ എഴുതുക ആന്റോണുള്ളതായ കോൺടസ്റ്റ് പറയുന്നത് കൃപാവരങ്ങളെ കുറിച്ചിട്ട് പ്രശംസിക്കുന്നവൻ ജലമില്ലാത്തതായ മേഘം എന്നും അവിടെ പറഞ്ഞിരിക്കുന്നതായ സങ്കീർത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷമായിട്ട് അവിടെ യൂദയെടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പൊ അവിടെ കൊണ്ട് മനസ്സിലാകുന്നത് വെറുതെ ഈ കൃപാവരങ്ങളെ കുറിച്ച് ഒരിക്കലും പൂഴാൻ തക്കവണ്ണം പാടില്ല. അതുകൊണ്ടൊന്നും പൂഴുന്നത് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നതല്ല. അത് ഒരു മഴയും കൊടുക്കാത്തതായ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത മേഘമായിട്ട് തന്നെ നിൽക്കുകയാണെന്ന് പറയുന്നത്. അതാണ് ഒരു കൂട്ടരെ കുറിച്ച് കാണുന്നത്. അപ്പൊ ഇവിടെ പറയാൻ തക്കോണം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമുക്ക് ലഭിക്കുന്നതായ കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും സഭയിൽ ഭിന്നത കൊണ്ടുവരാൻ തക്കോണം പാടില്ല എന്നുള്ള കാര്യം പ്രത്യക്ഷമായിട്ട് അവിടെ പറയുന്നത് കാണാൻ തക്കോണം പറയും. പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ അവരിൽ സഭയും ഒന്നാണെന്നുള്ള പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവിടെ ഇതിനെ കുറിച്ചുള്ളതായ ഏകീഭാവത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ യോഹന്നാൻ 17 അധ്യായത്തിലെ ആ പ്രാർത്ഥനയിലൂടെയാണ് വ്യക്തമായിട്ട് ഒരിക്കലൂടെ ഈ ഏകീഭാവത്തെ വെളിപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണ് അത് വായിക്കുന്നത്? അത് പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ അവരിൽ സഭ ഒന്നെന്ന് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് സകലതും ക്രിസ്തുവിൽ ഒന്നായി തീർക്കാൻ ആ പരമ ഉദ്ദേശത്തിന് വേണ്ടി പിതാവെ ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നാകേണ്ടതിനെ ഞാൻ അവരിലും നീ എന്നിലും എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നതായ ആ സ്ലൈഡിൽ തന്നെ അത് വ്യക്തമായിട്ട് കാണാൻ തക്കവണ്ണം പറ്റും. ആ നടുക്ക് യെല്ലോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അത് ദൈവത്തെ കാണിക്കുകയാണ്. അതിന് ചുറ്റുമായിരിക്കുന്നതായ ആ നിറത്തിൽ കാണിക്കുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ളതായ അല്ലെങ്കിൽ ബ്ലഡിഷ് കളറിൽ കൊടുത്തിരിക്കുന്നതായ അത് കർത്താവ് സഭയിലായിരിക്കുന്നത്. പുറമെ സഭയില് ക്രിസ്തുവും ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏകീഭാവത്തെ പുത്രനും വെളിപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ് ആ ചിത്രത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ പിതാവ് പുത്രനിലും പുത്രന് അല്ലെങ്കിൽ പുത്രൻ സഭയിലും പുത്രനിൽ പിതാവും. അപ്പൊ ഒരു ഏകീഭാവമാണ്. ഇത് ഒന്നായിരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ പ്രത്യേകത നമ്മൾ വായിക്കുന്നുണ്ട്. നീ എന്നെ ലോകത്തിൽ അയച്ചു എന്ന് ലോകം അറിയും. കൂടാതെ തന്നെ നീ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ സഭയിലെ അല്ലെങ്കിൽ ദൈവമക്കളായ സഭയിലെ ദൈവമക്കളെയും നിന്റെ മക്കളെയും ഒരേ അളവിൽ സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുമെന്ന പറയുന്നത്. ഇത് ലോകം അറിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷമാണ് അറിയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നാം അതിൽ വായിക്കുന്ന അത് അതിൻ്റെതായ പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു ഏകീഭാവം കൊണ്ടുവരുവാൻ തക്കോണ്ടുള്ളതായ യാഗത്തിൻ്റെതായ ഒരു ചിത്രീകരണമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് അതിൻ്റെതായ സമന്വയമായ അവസ്ഥയിലാണ് കർത്താവിന്റെ അവസാനത്തെ യാഗം. മറ്റുള്ള യാഗങ്ങളെല്ലാം ചൂണ്ടുപലകയായിട്ട് ക്രൂശിലോട്ട് നീട്ടുന്നതാണുള്ളതായ
യാഗങ്ങൾ കാണാൻ തക്കൊണ്ടും പറ്റും. നമ്മൾ അത് ആബേലിന്റെ യാഗത്തെ കുറിച്ച് വായിച്ചു, അത് ചിന്തിച്ച് ഒരളവ് ചിന്തിച്ചാണ് ആബേലിന്റെ യാഗം, പിന്നെ നോഹയുടെ യാഗം. ആബേലിന്റെ ആ യാഗം കൊണ്ട് വെളിപ്പെടുത്തുന്നത് വലിയൊരു സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിൻ്റെതായ ഇഷ്ടം എന്ന് പറയുന്നത് പുത്രന്റെ യാഗത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളതായ യാഗമായിരിക്കണം. അവിടെ മേധസ്സുകളുടേതാണ്, അല്ലെങ്കിൽ മൃഗങ്ങളുടേതായ ഒരു അറുക്കൽ അല്ലെങ്കിൽ യാഗം നടന്നിട്ടുണ്ടെന്ന കാര്യം വളരെ വ്യക്തമാണ്. അത് അറിയാൻ തക്കുന്ന ഇടയായി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു കഴിഞ്ഞാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദാവും ഹവ്വയും നഗ്നരായി തീർന്നപ്പോൾ അവരെ ഉടിപ്പിച്ച് തന്നെ ഒരു മൃഗത്തിൻ്റെതായ തോല് കൊണ്ടാണ്. അപ്പൊ അവിടെ മൃഗത്തിന്റെ യാഗം നടന്നു. അതിൻ്റെതായ ഒരു തുടർമാനമായ അവസ്ഥയാണ് പിന്നെ ഹാബേലിൽ കാണുന്നത്. അതേ തുടർമാനമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് നോഹയും യാഗം കഴിക്കുന്നത്. ആ നോഹ യാഗം കഴിക്കാനുള്ള ബന്ധത്തിൽ യാഗങ്ങളുടെ കാര്യങ്ങളിൽ ചില കാര്യം പഠിക്കാനുണ്ട്. അത് ഇപ്പൊ വേണമെന്നല്ല. അവിടെ യാഗങ്ങൾ പല വിധത്തിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു യാഗം എന്ന് വെച്ചാൽ നന്ദിയുടെ യാഗമാണ്, ഒന്ന് ഓർമ്മയുടെ യാഗം, പിതാവിനെയും തന്റെ മാതാപിതാക്കന്മാരെയും ഉടിപ്പിച്ചതായ ആ യാഗത്തെ ഓർപ്പിച്ചു. അല്ലെങ്കിൽ തന്റെ നഗ്നതയെ മാറ്റിയുള്ള യാഗത്തെ പുത്രന് ഓർക്കുകയാണ്, പുത്രനോട് ബന്ധപ്പെട്ട് അത് വരികയാണ്. അപ്പോ പിതാവിന് കൊടുക്കാനുള്ളതായ നഗ്നതയിലൂടെയുള്ളതായ ആ കുറവ് അത് പുത്രനോട്ട് കടന്നു വരണമെങ്കിൽ പുത്രൻ അതിനെ ഓർത്തുകൊണ്ട് യാഗം കഴിക്കണം. അങ്ങനെയാണ് തുടർമാനമായിട്ട് യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹം വരുന്നതായിട്ട് പഴയ നിയമത്തിൽ വായിക്കുന്നത്. അത് കൂടുതലായിട്ട് അതിൻ്റെതായ ആഴമായ ഭാഗത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നോഹയുടേതായ യാഗത്തോട് ബന്ധപ്പെട്ട് അവിടെ കാണുന്നത് ആ യാഗത്തിന് ശേഷം ഒരു വലിയ ഒരു പാപത്തിന്റെ ശിക്ഷാവധിയാകുന്ന ഒരു ശിക്ഷാവധിക്ക് ശേഷമാണ് ഈ യാഗം നടക്കുന്നത്. അതൊരു നന്ദിയുടെ യാഗമായിട്ടാണ് കാണാൻ തക്കൊണ്ടും പറ്റുന്നത്. എന്നുവെച്ചാൽ നന്ദി നിറഞ്ഞവനായിട്ട് ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്നതായ ശുദ്ധമായ മൃഗങ്ങളെ ഞാൻ കഴിച്ചുകൊണ്ട്, അപ്പൊ ശുദ്ധമായ മൃഗങ്ങളെ ഞാൻ കഴിക്കുന്നുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കേണ്ടതാണ്. പക്ഷെ അത് ഇപ്പോൾ വേണ്ട, വിട്ടുപോകാം. കാരണം ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ അതെല്ലാം ചിലപ്പോൾ ചിന്തനീയമായി വരാൻ തക്കവണ്ണം സാധ്യതയുള്ളതുകൊണ്ടാണ്. അപ്പൊ ഒരു കാര്യം അവിടെ കാണുന്നത്, ആ പാവത്തിന്റെ ഒരു ഏക ശിക്ഷയാൽ വീണ്ടും അപ്രകാരമുള്ളൊരു ശിക്ഷ വരികയുണ്ടെന്നാണ് ഇതാണ് നോഹയുടെ യാഗം മൂലമുള്ളത്. ആ വില്ലിനെ കാണിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെതായ ആ ക്രൂശിനെ കാണിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ ഗ്രഹിക്കാൻ തക്കൊണ്ട് സാധിക്കും. അത് റോമാലയം 1:8 നാം വായിക്കുന്ന ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോൾ യേശുക്രിസ്തുവിന് യാതൊരു ശിക്ഷാവധി ഇല്ലെന്നുള്ളതായ കാര്യമാണ്. ഒരളവിൽ നേടായിട്ട് നോഹയുടെ ആ യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം വെച്ചതായ ആ ഉടമ്പടിയിൽ ഗ്രഹിക്കാൻ തക്കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഇത് ഓടിച്ചോടിച്ച് പറയുന്നതിന് ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഗ്രഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇത് സമർപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പോയി ഈ ആഴ്ചയിലോട്ട് ഉള്ളതായ എപ്പിസോഡ് കടന്നു വരികയാണ്. അതുകൊണ്ട് ഓടിച്ചു പറയുന്നത്. അപ്പൊ ആ നോഹയുടെ യാഗം കൊണ്ടുള്ളതായ കാര്യം നമുക്ക് അങ്ങനെ ഗ്രഹിക്കാൻ തക്കൊണ്ട് വീണ്ടും ഒരു എന്താ പറയുന്നത്, ശിക്ഷാവധി ഉണ്ടാകില്ലെന്നുള്ളതായ മഴവില്ല നമ്മുടെ കർത്താവിന്റെ ക്രൂശിനെ നേടായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നടക്കുന്നതായ ഓരോ യാഗങ്ങളിലും എബ്രാഹിമിന്റെ ഉള്ള യാഗത്തിനെ കൊണ്ട് കാണിക്കുന്ന എങ്ങനെ വിഷയം ഞാൻ പറഞ്ഞ ഏകജാതന്റേതായ യാഗത്താൽ സകല ജാതികൾക്കും രക്ഷയുടെ പ്രത്യാശയാണ് അത് നാം വായിക്കുന്നത്. നിന്റെ ഏകജായ പുത്രനെ തരുവാൻ തക്കോണം മടിക്കാഞ്ഞുകൊണ്ട് നീ എന്നെ അനുസരിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീ ലോകത്തിൻ്റെതായ സകലരെയും രക്ഷയ്ക്ക് കാരണഭൂതനുമായി തീരും എന്നും അവിടെ നാം ഒരളവിൽ അവിടെ ദൈവത്തിന്റെ സാക്ഷ്യമായിട്ട് എബ്രാഹിമിനോട് പറയുന്നുണ്ട്. അപ്പൊ എബ്രാഹിമിന്റെ യാഗത്തോടുള്ള ബന്ധത്തിൽ കാണുന്നതായ ഒരു പ്രത്യക്ഷമായ ഒരു വെളിച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യാഗത്താൽ മാനവരാശി പൂർണ്ണമായിട്ട് യേശുക്രിസ്തു മൂലം ചെയ്യാനിരിക്കുന്നതായ വരാനിരിക്കുന്ന അനുഗ്രഹത്തിന്റെയും നേടായിട്ട് പരിപൂർണമായി അവിടെ നമ്മൾക്ക് തന്റേതായ വാഗ്ദാന പ്രകാരം ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ പിതാപുത്രൻ ഒന്നായിരിക്കുന്ന പോലെ സകലരെയും യേശുക്രിസ്തുവിൽ ഒന്നായിക്ക് ചേർക്കാന്ന് പറയുന്നതായ പരമ ഉദ്ദേശത്തിലോട്ടാണ് ഈ യാഗങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ തുടക്കം തൊട്ട് ചിന്തിക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. അവസാനം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് യേശുക്രിസ്തുവിനെയും പിന്നെ നമ്മൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചത് എന്താ വെച്ചാല് ഞാൻ ഓടിച്ചു പറയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാഹത്തിന്റെ ഏകീഭാവത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ്.
ഒരു വിവാഹത്തിന്റെ ഏകീഭാവത്തിലാണ് ഇതിനെല്ലാം കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് ദൈവവചനം നമ്മെ ഗ്രഹിപ്പിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉൽപ്പത്തി 2-ാം അധ്യായത്തിന്റെ 2-ന്റെ എത്രാം വാക്യാണ് 24 വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞു ഭാര്യയോട് ചേരും. അപ്പോൾ അവിടെ വ്യക്തമായിട്ടൊരു കാര്യം അവിടെ കാണിക്കുന്നത് കഴിഞ്ഞാൽ ചിന്തിച്ചാൽ ഓടിച്ചു പറഞ്ഞു ഞാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആദാമിനൊരു പ്രത്യക്ഷമായ ഒരു അപ്പനോ അമ്മയോ ഇല്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ദൈവാത്മാവ് ആ ഒരു വാക്യം എടുത്ത് ഇങ്ങനെ അപ്പനെയും അമ്മനെയും ചേർത്തു എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം വീണ്ടും അത് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത് എഫെസ്യ ലേഖനത്തിന്റെ 5-ന്റെ 31-32 അധ്യായത്തിൽ അത് പൗലോസ് അപ്പോസ്തലൻ ഇതേ വാക്യം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്. എന്നിട്ട് പറഞ്ഞ ഇത് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ താഴോട്ട് പറയുകയാണ്, ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കാണിച്ചിരിക്കുന്നതായ അതിന്റെ അർത്ഥം വ്യക്തമായിട്ട് നാം ഗ്രഹിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനത്തിൽ 5-ന്റെ 31-32 വാക്യങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പൊ പഴയ നിയമത്തിലുള്ള ചില വലിയ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ തക്കവണ്ണം പറ്റാത്ത വെളിച്ചം പകരുന്നത് പുതിയ നിയമത്തിലാണ്. അപ്പൊ ചില ആൾക്കാര് ഈ വാക്യം എടുത്ത് തന്നെ ബൈബിൾ തെറ്റാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ബൈബിൾ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ഇവിടെ കൊണ്ടും അവിടെ കൊണ്ടൊന്നും അല്ല, ആകത്തുകയിലാണ് ബൈബിള് പഠിക്കേണ്ടത്, അല്ലാണ്ട് ഒരു ഭാഗം കൊണ്ടൊന്നുമല്ല. അത് നമ്മൾ യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ അല്പം അവിടെ അല്പം, ചട്ടത്തിന്മേൽ ചട്ടം, അങ്ങനെയുള്ളതായി ഇവിടെ അല്പം അവിടെ അല്പം കൊണ്ടൊന്നുമല്ല ബൈബിൾ പഠിക്കേണ്ടത്. ബൈബിളിന്റെ ആകത്തുകയിലാണ് ദൈവം അതിന്റെ അർത്ഥ സമുച്ചയം കൊണ്ട്, അല്ലെങ്കിൽ അർത്ഥത്തിന്റെ ഉള്ളതായ വ്യക്തമായ വെളിച്ചം അതിന്റെ സമുച്ചയത്തിൽ വരുന്നതാണ്. അപ്പോ ആ സത്യത്തെ ആണ് ഇവിടെ നമുക്ക് വെളിപ്പെട്ട് വരുന്നുണ്ട്. അവിടെ വേറൊരു ഭാഷയും കൂടെ ഈ പഴയ നിയമത്തിലെ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പൗലോസ് ഒരു നേരത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നത് എങ്ങനെയാ പറയുന്നത്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം പറയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം ക്രിസ്തുവിന്റെ മുഖത്തിലെ തേജസ് ഞങ്ങളിൽ പ്രകാശിക്കേണ്ടതിന് ഞങ്ങളിൽ വെളിച്ചമായി തീർന്നു. അപ്പോ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്ന അതേ വാക്യം എടുത്ത് പറയാണ്. അപ്പോ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയേണ്ട അർത്ഥം നാം വായിക്കുന്നത് ഗ്രഹിക്കുന്നത് വ്യക്തമായിട്ട് ഗ്രഹിക്കുന്നത് അതിന്റെ ആഴത്തിൽ ഗ്രഹിക്കുന്നത് വെറും ഒരു മാനുഷികമായ അവസ്ഥ, അല്ലെങ്കിൽ ഈ ലോകത്തോട് ബന്ധപ്പെട്ടോ ഭൂമിയോട് ബന്ധപ്പെട്ടുള്ള വെളിച്ചത്തിനൊന്നുമല്ല ദൈവം വെളിച്ചം എന്ന് പറയുന്നത്. മാനവരാശിക്ക് വന്നുപോയതായ ആ പാവത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ധകാരമായ അവസ്ഥയിൽ നിന്ന് അത്ഭുത പ്രകാശത്തോട് നയിക്കുന്ന കാര്യത്തോട് ബന്ധപ്പെട്ടാണ് അവിടെ പറയുന്നത്. അന്ധകാരത്തിലായിരുന്ന പൗലോസ് അപ്പോസ്തലനെ അത്ഭുത പ്രകാശത്തോട് നടത്തിയുള്ളതായ കാര്യമാണ് അവിടെ വെളിപ്പെടുന്നത്. ഞാനത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പൗലോസ് അപ്പോസ്തലനെ എടുത്ത് ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ ചേർന്ന കാര്യം, അപ്പനെ അമ്മയും വിട്ടുകൊണ്ടുള്ള കാര്യം, അതിന്റെ അർത്ഥം എഫെസ്യർക്ക് പറഞ്ഞതിനോട് ബന്ധപ്പെട്ടതിന് അതും പറഞ്ഞത്. അപ്പോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോഴാണ് ഈ അപ്പനെ അമ്മയും വിട്ടുകൊണ്ട് ഉള്ളതായ മർമ്മം വെളിപ്പെടുന്നത്. അത് സഭയെയും ക്രിസ്തുവിനെയാണ്. എന്ന് വെച്ചാൽ അപ്പനെ അമ്മയും വിട്ടുകൊണ്ടെന്ന് പറയുന്ന അർത്ഥം ഇവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുന്നത് വിട്ടുകൊണ്ടാന്ന് പറയുന്നത്. തന്റെ പിതാവിന്റെ, അത് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പിതാവെ എനിക്ക് നിന്നോട് കൂടെ ഉണ്ടായിരുന്നതായ ആ തേജസ്, ആ ശോഭ, അത് താൻ യാചിക്കുന്ന പോലെ പറയാണ്. താൻ യാചിക്കുകയല്ല, അത് നമ്മെ ചില കാര്യം ഗ്രഹിപ്പിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ പ്രാർത്ഥന അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പിതാവോട് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് അത് വെളിപ്പെടുത്തി കിട്ടാൻ തക്കവണ്ണം ഇടയാകുന്ന വലിയ ആത്മീയ സത്യങ്ങൾ നമ്മൾക്ക് സഭയോടുള്ള ബന്ധത്തിലും കർത്താവുള്ള ബന്ധത്തിൽ ഗ്രഹിപ്പിക്കേണ്ടത് മാത്രമാണ്. അവിടെ പറയുന്നുണ്ട് പിതാവുള്ളതായ ഏകീഭാവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, എല്ലാ കാര്യങ്ങളിലും ഏകത്വം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പുത്രൻ. അപ്പോൾ ആ ഏകത്വമായ വ്യക്തിത്വം ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തിൽ സമത്വം മുറിയെ പിടിച്ചൊന്നും വിചാരിക്കാതെ അവൻ എന്താ താഴ്ത്തി അവൻ ദാസരൂപം എടുത്തു എന്ന് പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ സമത്വം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് താൻ അപ്പൊ അപ്പനെയും അമ്മയും വിടുന്നുള്ള അവസ്ഥ അവിടെ കാണുന്നു. എന്നിട്ട് തന്റെ സ്വന്തമായ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് നാം പഠിച്ചു കഴിഞ്ഞാൽ അത് അമ്മയായിട്ട് കാണാൻ തക്കവണ്ണം പറ്റും. എന്ന് വെച്ചാല് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിന് വെളിപ്പെട്ട് വരുന്നുണ്ട് ആ സ്ത്രീയോട് ബന്ധപ്പെട്ട്. സ്ത്രീ പ്രസവിച്ചതായ കുട്ടി എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്.
സ്ത്രീ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഇസ്രയേലിനെയാണ്. അപ്പൊ ഇസ്രയേൽ അമ്മയാണ്. അപ്പൊ അമ്മ തള്ളിക്കളഞ്ഞു, സ്വന്തത്തിനെ തള്ളിക്കളഞ്ഞു. അപ്പൊ ഉപേക്ഷിക്കുകയാണ്, താൻ വിധിയാണ് അവിടെ. പിതാവ് ആ കുശിന്റെ കിടന്നിട്ട് ദൈവം നീ എന്നെ കൈവിട്ടതുണ്ട്, അപ്പൊ നോക്കണം തള്ളിപ്പളയ. അപ്പൊ രണ്ടു കുഞ്ഞ് തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഈ തള്ളിപ്പറച്ചില്ലായിരുന്നുവെങ്കിൽ ജാതികളായ നമ്മൾക്കൊന്നും സഭയാകുന്ന അവസ്ഥയെ പുത്രനോട് ചേരുവാനോ അവസാനം പുത്രൻ പിതാവോട് ചേർക്കുവാനോ ഇടയാവില്ലായിരുന്നു. ഇതിനാണ് കാണിക്കുന്നത് വിട്ടുകൊണ്ടെന്ന് പറയുന്നത്, അല്ലാതെ വേറൊരു അർത്ഥമല്ല അവിടെ കാണിക്കുന്നത്. ഇന്ന് ചിലവര് കഴിഞ്ഞ ആഴ്ച തന്നെ അത് പറയുണ്ടായി, വിവാഹ ശുശ്രൂഷയിൽ മറ്റൊരു എടുത്തെടുത്ത് കാണിച്ചിട്ട് വികൃതമായിട്ടാണ് ഇനി വ്യാഖ്യാനിച്ചു വിടുന്നത്. വികൃതമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ജഡീയമായ വ്യാഖ്യാനാണ് അവർ വ്യാഖ്യാനിച്ചത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുണ്ടായി. ഇവിടെ വേറെ ഈ വിവാഹത്തോട് ബന്ധപ്പെട്ട് ഇവിടെ അവസാനം നമ്മൾ വെളിപ്പാട് പുസ്തകം 17, 7, 9 വായിക്കുന്നേർക്ക് കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവിടെ കുഞ്ഞാടിന്റെ കല്യാണം. അപ്പൊ ഒരു ബന്ധം വരികയാണ്. അപ്പൊ ഒരു ഏകീഭാവം. അപ്പോ ഏകീഭാവത്തെ വിവാഹത്തിൽ വെളിപ്പെടുത്തിയാണ്. ഈ ഏകീഭാവത്തെയാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത് പോലെ തന്നെ ലോക സാധനം മുതൽ എന്ന് പറയുന്നതിൻ്റെ ഉള്ളതായ സ്ത്രീത്വത്തിന്റെ ഏകീഭാവത്തിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോ ഇവിടെ ഏകീഭാവത്തിൽ തന്നെ അവിടെ ഒരു കല്യാണം നടക്കുകയാണ്. ഈ കല്യാണം നടന്നുള്ള ബന്ധത്തിൽ പിന്നെ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കഴിഞ്ഞാണ് അതിന് ഒടുവിൽ സഭയെ പിതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിന് പുത്രൻ തന്നെ കീഴ്പ്പെട്ടിരിക്കുന്നു. 1 വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? സഭയെ അല്ലെങ്കിൽ രാജ്യത്തെ സഭയെ പിതാവിനെ ഏൽപ്പിച്ച ശേഷം പുത്രൻ എന്തിനു വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചത്? അത് പിതാവിന്റെ ഇഷ്ടം നിറവേറവരാണ്. അത് നിറവേറ്റിയ ശേഷം നീ പറഞ്ഞ കാര്യത്തെ നേടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേടി പിതാവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോഴാണ് പിതാവ് പുത്രനുണ്ടാകുന്നുള്ളതായ ആ വലിയ എന്തോ എന്റെ ഇഷ്ടം നിറവേറ്റിയ പുത്രൻ എന്നുള്ളതായ അവസ്ഥയെ. എന്നിട്ടും പുത്രൻ അവിടെ താണിരിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് കാണിക്കുന്നത് നമ്മെ പല കാര്യങ്ങളിൽ താഴ്ചയുടെ കാര്യം കാണിക്കാനാണ്. എന്തിനാണ് താഴ്ച പറയുന്നത്? ഈ താഴ്ച ഇല്ലാതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സൃഷ്ടിത്വം, ആദ്യ സൃഷ്ടിത്വം ശപിക്കപ്പെട്ടു പോയി. താഴ്മയില്ല. സൃഷ്ടിതാവിനെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് എവിടുന്ന് വന്നോ അവിടെ നിന്നുള്ളതായ ആ അവസ്ഥയില്, താഴ്മയില്ലാത്ത അവസ്ഥയില് എന്താ പറയാ ദുരാത്മാക്കളുടെ നേതാവായ പിശാചും മറ്റും ശപിക്കപ്പെട്ടു പോകാതെ കൊണ്ട് ഇടയായത്. എന്താ കാരണം? എന്താ? അവൻ നിഗളിച്ചു ദൈവത്തിന്റെ മുകളിൽ അവന്റെ ഉള്ളതായ സിംഹാസനം അവൻ സ്ഥാപിക്കാൻ തക്കോണം നോക്കി. അപ്പൊ നോക്കണം, ഇത് തന്നെയാണ് അവൻ വരുത്തിയത് മനുഷ്യരിലും. നിങ്ങൾ ദൈവത്തെ പോലെ ആവുന്ന ദൈവത്തിന് അറിയാം, അതുകൊണ്ട് അതിൻ്റെ പറഞ്ഞു. നോക്കണം, അവൻ വന്ന അതേ ചിന്താഗതി അവനിട്ടുകൊണ്ട് ആദാമിനെ പറ്റിക്കുകയായിരുന്നു. അപ്പൊ അതേ ചിന്തയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിൽ വീണ്ടും പോകാതിരിക്കാൻ തക്കവണ്ണമാണ് ഈ സഭയിൽ തന്നെ തല ആവുന്ന ക്രിസ്തുവിനെ ഭാര്യ ആവുന്ന സഭ വിധേയപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോ ഈ സഭ തലത്തിലുള്ളതായ ഒരു വിവാഹം കാണിക്കുന്നത് ഒരു ക്രിസ്തുവിനെയും സഭയെയും കാണിക്കുന്ന മർമ്മത്തെ വെളിപ്പെടുത്തുന്ന വിവാഹ ശുശ്രൂഷയാണ്. അല്ലാതെ ഇവിടെ ജഡത്തിന് വേണ്ടിയുള്ളതാ ഒരൊന്നുമല്ല അപ്രത്യക്ഷമായിട്ട് കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവൾ മക്കളെ പ്രസവിച്ചിട്ട് രക്ഷപ്രാപിക്കുന്നു. ഏത്? അതിനെക്കുറിച്ച് വ്യാഖ്യാനിക വാങ്ങളോട് പിന്നെ വരുമ്പോ പറയാം. ഞാൻ ടച്ച് ചെയ്യുന്ന മാത്രമേ പറയാൻ സാരം എന്ന് വെച്ച് കഴിഞ്ഞാല് വ്യക്തമായിട്ട് പറയാണ്, ഒരു പുരുഷ അതുകളിലല്ല ഒരു സ്ത്രീ പുരുഷ ബന്ധം ദൈവസഭയിൽ ദൈവം അനുവദിക്കുന്നത് പുത്ര സഭയുമായുള്ളതായ ഈ ബന്ധത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമാണ്. ഇതിന് ഭിന്നമായിട്ടുള്ളതായ ഒരു ക്രിസ്ത്യ ജീവിതമാണെങ്കിൽ ദൈവം ആ ക്രിസ്തീയ സഭയെ ആ കുടുംബത്തെ ശപിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമല്ല, എന്താണെന്ന് വാക്കുകൊണ്ട് പറയാനില്ല. ഇതെല്ലാവർക്കും വന്നുപോ തെറ്റാണ്. ഇന്ന് വിവാഹത്തിലെല്ലാം ഈ കല്യാണങ്ങളിൽ പ്രസംഗിക്കുന്ന പ്രസംഗി തന്നെ ഇതിനെ അവിടെ വെച്ച് തകർത്തു വിടുകയാണ്. പിന്നെ എങ്ങനെ ശരിയാവും? ഇതിന്റെ വ്യക്തമായ വെളിപ്പെടുത്താതെ ഇവിടെ പിതാവിന്റെ കയ്യിൽ സഭയെ ഏൽപ്പിച്ച ശേഷം പുത്രൻ സഭയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും, അല്ലെങ്കിൽ പിതാവിന് കീഴ്പ്പെട്ടിരിക്കും പറയുമ്പോൾ അതിന് അർത്ഥം വളരെ വ്യക്തമായിട്ട് ഈ ലോകത്തോടുള്ള ബന്ധത്തിലാണ്, അല്ലാണ്ട് സ്ത്രീത്തോടുള്ള ബന്ധത്തിലല്ല. ആ സ്ത്രീത്വം പഠിക്കുമ്പോഴെല്ലാം ഗ്രഹിക്കാനൊക്കെ ഇടയാവും, പഠിക്കാനൊക്കെ ഉള്ളതായ ഇങ്ങോട്ട് ബന്ധത്തിൽ ഇടയാകുകയാണെങ്കിൽ. ഇവിടെ പറയാൻ തക്ക ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഈ താഴ്മ എളിമയിൽ ജീവിക്കുന്ന ആളായ ആ അന്തരീക്ഷത്തിൽ
ജീവിച്ചവരെയാണ് നാം വെളിപ്പാട് പുസ്തകത്തിൽ പുത്രന്റെ കൂടെ ജീവിക്കാൻ തക്കമുണ്ടാകുന്നത്. ചില ആൾക്കാർ കർത്താവിന്റെ കൂടെ ജീവിക്കുന്നുണ്ട്, ചില ആൾക്ക് പറ്റിയില്ല എന്ന് പറയും. കാരണം ഞാൻ പരിപൂർണമായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ളതായ ജീവിതം ഉണ്ടാണെങ്കിൽ, ഇപ്പോ ഒരു ഓഫീസില് ഒരു 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 മാനേജറോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടറോ തനിക്ക് വിധേയപ്പെടുന്നതും തന്റെ കാര്യങ്ങളെ ആഗ്രഹപ്രകാരം നിറവേറ്റുമെന്നൊക്കെ വേണം വിധേയത്വം കാണിക്കുന്ന ആളുകളായ അവരെയാണ് ആ ഒരു ഫേമിന് ആ ഒരു കമ്പനി എടുക്കുള്ളൂ. അല്ലാതെ പിന്നെ ബുദ്ധിമാന്മാരായിട്ട് തനിഷ്ടം ചെയ്യുന്ന ആരെയും ഒരു കമ്പനിയുടെ ഒരു മാനേജറായിട്ട് എടുക്കില്ല. അത് വിധേയത്വം വേണം, അതിന് വിധേയത്വം വേണം. ചിലപ്പോ ഇവര് ബുദ്ധിമാനായിരിക്കാം, പക്ഷെ വിധേയത്വം ഇല്ലെങ്കിൽ അവർ തട്ടിപ്പോവും. ചില ഇന്റർവ്യൂവിനെല്ലാം ഈ കാര്യമെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂവിൽ ചില ആൾക്കാരെ എനിക്കറിയാവുന്നതാണ് പല പല ഇടങ്ങളിലും ചില ആൾക്കാരെ ചില നല്ല നല്ല പോസ്റ്റിലോട്ട് എടുക്കുന്നത്. ആ കമ്പനിയുടെയാണ് ആകത്തുകയുള്ളതായ നന്മയ്ക്ക് വേണ്ടി എല്ലാ വിധത്തിലും പ്രവർത്തിക്കുന്ന വിധേയത്വമുള്ളവൻ, അല്ലെങ്കിൽ വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ടുകൊണ്ടുള്ളതായ അതിൽ അബൈഡ് വിത്ത് ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞ് നമ്മൾ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കും. അതിൽ അബൈഡ് വിത്ത് ഓൾ ദ റെഗുലേഷൻ ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ ഫേം. ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അത് ഞാൻ എന്നത്തിന് അത് ഞാൻ എന്താണ് പറയുന്നത്, എന്നെ തന്നെ സമർപ്പിക്കുക എന്നാ പറയുന്നത്. പക്ഷെ ഇത് എഴുത്തിൽ മാത്രമൊന്നുമല്ല, അവരുടെ ജോലിയിൽ ഉണ്ടാകണം. ഇത് തന്നെയാണ് സഭ കൊണ്ട് ദൈവം ഒരുക്കുന്നത്. ഇങ്ങനെ വിധേയപ്പെട്ടുകൊണ്ടുള്ളതായ എല്ലാ കാര്യങ്ങളിലും സഭയിൽ വിധേയപ്പെട്ടുകൊണ്ടും അന്യോന്യ വിധേയപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു കാര്യം. ഇത് നാം ഒരിക്കലും അതിനോട് ബന്ധപ്പെട്ട് നാം അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയണ്ടേ. ഈ ഇങ്ങനെയുള്ളതായ അവസ്ഥ ഉണ്ടാകാത്തക്കോണം നാം എന്ത് ചെയ്യണമെന്നുള്ള കാര്യം പറയാനുണ്ട്. എങ്ങനെയാ പറയണത്? അത് നാം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-4 പറയുന്നുണ്ടല്ലോ. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയാണ്, നിങ്ങൾ എങ്ങനെയാ തമ്മിൽ തമ്മിൽ ഏക മനസ്സു കൂടി ഇരിക്കണം. അതിന്റെ ഏക മനസ്സു കൂടി ഇരിക്കണം, ഏക സ്നേഹത്തിലിരിക്കണം, ഏക ഭാവത്തിലിരിക്കണം. അങ്ങനെ ക്രിസ്തുവിൻ്റെതായ ആ താഴ്മയെ കുറിച്ച് പറയാണ്. അന്യോന്യം മറ്റുള്ളവരെയും ശ്രേഷ്ഠന്മാരുടെ എണ്ണണം. അങ്ങനെയുള്ളതായ ഒരു അന്തരീക്ഷത്തിലാണ് ഒരു സഭ അല്ലെങ്കിൽ ഈ ഏകീഭാവം ഉൾവാൻ തക്കം ഇടയാകുന്നത്. അല്ലാതെയുള്ളതായ ഒരു അവസ്ഥയിൽ ഏകീഭാവം ഉണ്ടാകുന്നില്ല. അപ്പൊ പൗരസഭയോടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയാണ്. അങ്ങനെയുള്ള ഒരു ഏകീഭാവം ഉണ്ടായ ശേഷം സഭ മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെതായ ആ ശരീരാവസ്ഥയിൽ തലയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം ഈ ഏകീഭാവത്തിൻ്റെതായ വ്യക്തമായ ചിത്രീകരണമാണ് ഈ യാഗങ്ങളുടേതായ ആ നിലയിൽ കൂടി ഗ്രഹിക്കാൻ തക്ക ഇടയാവുന്നത്. കൂടാതെ തന്നെ പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് യാഗങ്ങളുള്ള ബന്ധം. യാഗങ്ങളുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് ഒന്ന് വെച്ചാൽ ഇതേപോലെ വിധേയത്വമാണ്, മറ്റൊന്ന് സേവനമാണ്, മറ്റൊന്ന് നന്ദിയുള്ളതാണ്. അപ്പോൾ സേവനം ചെയ്യുന്ന ആളുകളായ ക്രിസ്തുവിൻ്റെതായ സേവകരായിട്ട് നമ്മൾ ജീവിക്കുന്നതും ഈ വിധേയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നുവെച്ചാൽ നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് ഒരിക്കലായിട്ട് മരണത്തിന് വിധേയപ്പെട്ടിരുന്നു, മരണത്തിന് അവന് വിധേയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, പാവത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. ഇപ്പോൾ അവൻ ചെയ്യുന്നത് ദൈവത്തിന് ദാസനായിട്ട് പ്രവർത്തിക്കുകയാണ്, പിതാവ് ദാസനായിട്ട് പ്രവർത്തിക്കുകയാണ്. നാം എല്ലാവരും കൂട്ടുദാസന്മാരാണ്. പൗലോസ് പറയാണ്, ന്യായപ്രമാണ സംബന്ധമായിട്ട് ഞാൻ മരിച്ചിരിക്കുന്നു, ഇന്ന് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നതത്രേ. അപ്പോ ക്രിസ്തുവിന്റെ പ്രവർത്തനം ഇന്നും സഭയിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് തൻ്റെതായ സാക്ഷ്യങ്ങളോടുള്ള ബന്ധത്തിൽ. അങ്ങനെ താൻ തന്റെ മരണത്തോട് ഏകീഭവിച്ചുകൊണ്ട്, പുത്രന്റെ മരണത്തോട് അല്ലെങ്കിൽ തന്നെ വിളിച്ചവന്റെ മരണത്തോട് ഏകീഭവിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പിന്നിൽ നിന്ന് വിട്ട് മുമ്പിൽ ലാക്കായിട്ട് ഓടിക്കൊണ്ടുള്ളതായ ആ വിധേയത്തിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. നന്ദി പ്രകടനമായിട്ട് താൻ ഒരു സേവനം നടത്തുകയാണ്. താൻ ചെയ്ത സേവനം പോലെ ഇന്ന് പത്രോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ടല്ലോ, പൗലോസ് ചെയ്ത പോലെ സേവനം അത്ര ഭയങ്കരമായ സേവനമാണ്. അത് മാത്രമൊന്നുമല്ല, തനിൽ കൂടി ദൈവാത്മാ വെളിപ്പെടുത്തിയുള്ളതായ സത്യങ്ങളും വളരെ വലുതാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ താൻ പറയുന്നുണ്ട്. അത് സാമാന്യക്കാർക്ക് ഗ്രഹിക്കാൻ ഒന്നും പറ്റുന്നില്ല, എങ്കിലും അത് ആഴമുള്ളത്ര എന്ന് വ്യക്തമായിട്ട് പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു സേവനമാണ്. നമ്മൾ റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും
വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിപ്പിൻ. യാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് ടോയ്ലോ എന്ന് പറയുന്ന ഒരു വേർഡാണ്. നമ്മൾ ഈ ടോയ്ലറ്റ് എന്ന് പറയില്ലേ, ടോയ്ലറ്റിന്റെ വേർഡ് എന്നുള്ളത് അർത്ഥമാണ് പറഞ്ഞത്. ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർവീസ് എന്ന് പറയുന്നത്. ഇത് ചില സ്ഥലത്ത് ആ ഒരു വേർഡ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, ചില എയർപോർട്ടിലെല്ലാം. അവിടെ ടോയ്ലറ്റ് എന്നുള്ള എഴുതിയിരിക്കുന്നത്, സർവീസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവിടെ കാണിക്കുന്നത് ബൈബിളിലെ വാക്യം എടുത്തിട്ട് ചില ഒരു സേവനത്തിന് ഒരു ഏറ്റവും താണ ഒരു പ്രവർത്തനം. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ ചെറിയവനാകാൻ കാല് കഴുകാൻ തക്കവണ്ണം കർത്താവ് ആ അന്ത്യമായ ആ ദിവസം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വായിക്കും. താൻ പിതാവിന്റെ അടുത്ത് പോകാൻ തക്കൊണ്ടിരിക്കുന്ന ടൈമിൽ താൻ ആ ഒടുക്കത്തെ അത്താഴം സ്ഥാപിക്കുന്ന ബന്ധത്തിൽ പറയുന്നുണ്ടല്ലോ. അവിടെ പറയുന്നത് നിങ്ങൾ വലിയവനാണ് ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ കാല് കഴുകി ഏറ്റവും ചെറിയവനാകണം. അപ്പൊ ഏറ്റവും ചെറിയ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നതാണ് വലിപ്പം ദൈവം കാണുന്നത്. അപ്പോ ഇവിടെ ടോയ്ലറ്റ് എന്ന് പറയുമ്പോ അത് ടോയ്ലറ്റിനൊക്കെ ഏറ്റവും ചെറിയ ശുശ്രൂഷയാണ്. അഴുക്കായിരിക്കാൻ ചെയ്യുന്നത്. ആ ഒരു ടോയ്ലറ്റ് എടുക്കുന്ന എത്രയോ അഴുക്കായ കാര്യങ്ങളാണ്. അതേപോലത്തെ ഒരു സമർപ്പണം. ഇപ്പൊ നമ്മളിപ്പോ മദർ തെരേസയെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ, വലിയ വിശുദ്ധയായിട്ട്. എന്താണ് അവരെ കുറിച്ചുള്ള പ്രശംസിക്കാൻ എന്തൊക്കെയാണ് കാരണമായത്? യേശുക്രിസ്തു നാമത്തിൽ കൽക്കട്ടയുടെ തെരുവീതിയിലായിട്ട് കടന്നിരുന്നായ കുഷ്ഠരോഗികളെ തിരിഞ്ഞു നോക്കില്ല. ഒരു ഗതിയില്ലാതെ കഴിയുന്ന ഏറ്റവും മ്ലേച്ഛമായ അവസ്ഥയിൽ, ചലവും മറ്റുള്ള അവസ്ഥയിൽ ആ ചെയ്യാൻ തക്കവണ്ണം അവര് ചെയ്തത് വേറൊരു കാലഘട്ടത്തിലാണ്. അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർ ചെയ്ത ശുശ്രൂഷകളുടെ ബന്ധത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ ഈ റോമലേഖനം 12-ാം അധ്യായത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ എത്രയും താണതായ ഒരു പ്രവർത്തനമാണ്. നമ്മുടെ ഇടയിൽ ഇന്ന് ഒരു താണമായ പ്രവർത്തനം ചെയ്യാൻ നേരത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടാ. ഒരു സഭ കഴുകാനോ അടിക്കാനോ എന്നൊക്കെ പറയുമ്പോ അതിനോട് ആരും ഉണ്ടാവില്ല. സഭയിൽ ഇരിക്കുന്ന കസേര പോലും തുടക്കില്ല, കേറിപ്പോയി ഇരുന്നിട്ട് പോയി. എന്നാൽ ആ കസേര എങ്ങനെയെല്ലാം അത് ആരെല്ലാം ആക്കി വെച്ചു, ആരെല്ലാം തുടച്ചു എന്ന് പോലും ചിന്തിക്കാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നാം ഈ കർത്താവിനുള്ള യാഗത്തിലാണ് പൗരസ്ത്യം പറയുന്നത്. പൗരസ്ത്യം പറയുന്ന യാഗം അവിടെ പറയുന്നത് റോമാലേഖനം 12 നിങ്ങളുടെ ശരി യാഗം എന്ന് പറയുമ്പോൾ സർവീസ് ആയിട്ട് കൊടുക്കട്ടെ. സർവീസാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ആരാധന എന്ന് പറയുന്നതെല്ലാം ഒരു ചടങ്ങുകാട്ട് ഉപയോഗിച്ചു കഴിഞ്ഞു. ആരാധനയുള്ളതായ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നതായ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെതായ ഔന്നത്യമായ അവസ്ഥയെ വെളിപ്പെടുത്താൻ തക്കോണം അങ്ങനെ ജീവിച്ച വ്യക്തികൾ കടന്നു വരുമ്പോൾ ദൈവം അവിടെ പ്രസാദിക്കുകയാണ്. ഇതാണ് സഭയെ വെളിപ്പെടുത്തുന്നത്. സഭയിൽ അവിടെ വന്നിട്ട് ചെയ്യുന്ന ആളുകളെ ശുശ്രൂഷയുടെ ബന്ധത്തിലല്ല ദൈവം ആ കടന്നു വരുന്ന ആരാധനയെ ദൈവം മഹത്വം കാണുന്നത്. കടന്നു വന്നവർ എങ്ങനെ കടന്നു വന്നു? അല്ലെങ്കിൽ അവര് മേശ അവരെയുള്ള മേശ സാത്താനും കൂടി ആയിരുന്നോ, അതോ കർത്താവിന്റെ മേശയോട് ബന്ധപ്പെട്ടൊരു ക്രിസ്ത്യ ജീവൻ നയിച്ചിട്ടാണോ കടന്നു വരുന്നത്? ഇന്ന് നാം ഇന്ന് നല്ലൊരു മേശ ഇതല്ലാത്തതായ ഒരു സാക്ഷ്യ ജീവിതം പേറിക്കൊണ്ടാണ് കർത്താവിന്റെ അത്താഴം കഴിക്കാൻ തക്കോണം വരുന്നത്. ഈ മേശയും അത്താഴം തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. മേശ വേണ്ട വിധത്തിലല്ലാതെ 3 കാലുള്ള മേശയിൽ കൊണ്ടുപോയിട്ട് അത് കാലിനെ കുറിച്ച് അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ വേണ്ടി ടച്ച് ചെയ്തോട് ബന്ധപ്പെട്ട് സമയത്തോ ആയെങ്കിലും അവൻ ടച്ച് ചെയ്തു പോകുന്നതാണ്. ഈ 4 കാലിനെ കുറിച്ച് അവിടെ കാണിക്കുന്നത് അതൊന്ന് ടച്ച് ചെയ്യണം. ഇതിനോട് ബന്ധപ്പെട്ട് ആരാധന ടച്ച് ചെയ്യണം നല്ലതാണ്. ആ ടച്ച് ചെയ്യണേ അതൊന്ന് പ്രത്യക്ഷമായിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നാം സമാനം കൂടാൻ പഠിക്കാൻ നേരത്ത് അവിടെ യാഗപീഠത്തിന് 4 കൊമ്പുകൾ കാണാൻ തക്കോണം പറ്റും. എന്നിട്ട് സങ്കീർത്തനം എത്ര ഞാൻ ഓർക്കുന്നില്ല, യാഗമൃഗത്തെ കൊമ്പുകളോളം കെട്ടുക എന്ന് പറയുന്നു. അപ്പൊ യാഗമൃഗത്തെ കൊമ്പുകളോളം കെട്ടുക എന്ന് പറയുന്നു. ഈ കൊമ്പുകൾ എന്താ കാണിക്കുന്നത് എന്ന് പറയാമോ? അത് വ്യക്തമായി ദൈവ വചനം പഠിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ അത് കുറച്ചുകൂടി ക്ലിയറായിട്ട് കാണാൻ തക്കോണം പറ്റും. ഈ കൊമ്പ് നമ്മുടെ 4 സുവിശേഷങ്ങൾ എങ്ങനെ പറയുന്നത്? കർത്താവിന്റെ രാജാവിനെ വെളിപ്പെടുത്തുന്നു, കർത്താവിന്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്നു, കർത്താവിന്റെ സേവനത്തെ വെളിപ്പെടുത്തുന്നു, കർത്താവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. അതാണ് മത്തായി സുവിശേഷം, മാർക്കോസ് സുവിശേഷം മനുഷ്യത്തിനോട് ബന്ധപ്പെട്ട് അതാണ് ലൂക്കോസ് സുവിശേഷം പറയുന്നത് തൻ്റെതായ ആ സേവനത്തെ വെളിപ്പെടുത്തുന്നത്, കാളയെ കാണിക്കുന്നു. അപ്പോ അതാണ് സിംഹമുഖം, മനുഷ്യമുഖം, കാളമുഖം, കഴുകമുഖം എന്ന് പറയുന്നത്. ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ തക്കാൻ പറ്റും. എന്നിട്ട് പറയാണ് ഇത് ഒന്നും ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ വ്യാഖ്യാനം ആരും പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയാം, ശ്രദ്ധിക്കാം. അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്
അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സിംഹാസന ചുറ്റുമായ 4 ജീവികളുണ്ട്. സിംഹാസന നടുവിലും ചുറ്റിലും എന്ന് പറയുന്നതിനാ പുത്രൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണത്. എങ്ങനെയാ പുത്രൻ തന്നെ എങ്ങനെ ആയിത്തീർന്നു? താൻ ഈ ഭൂമി വന്നപ്പോ രാജാവായിട്ട് തന്നെ പിതാവിന് വിധേയപ്പെടുത്തിക്കൊണ്ട് രാജാവ് ഭരിക്കുന്നത് തന്നെ തന്റെ ഇഷ്ടം ചെയ്യാതെ തന്നെ ഭരിച്ചുകൊണ്ട് രാജാവായിരുന്നു. ലോകത്തെ ഭരിക്കല, ഇനി താൻ വരും ലോകത്തെ ഭരിക്കാൻ. നമ്മൾ അങ്ങനെ ഭരിക്കാൻ നമ്മൾ തന്നെ ഭരിച്ചു പോകുമ്പോൾ നമ്മൾ ലോകത്തെ ഭരിക്കാൻ തക്കണം, നമ്മളോട് ഭരിക്കാൻ തക്കണം. അപ്പോൾ ലോകത്തെ ഭരിക്കുന്ന അവസ്ഥയിൽ താൻ രാജാവായിരുന്നു, തന്നെ ഭരിച്ചുകൊണ്ട്. പിന്നെ താൻ മനുഷ്യനാണ്, മനുഷ്യപുത്രൻ. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ഞാൻ മനുഷ്യപുത്രൻ വ്യക്തമായിട്ട് എന്തിനു വേണ്ടി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചോ അത് നിറവേറ്റാൻ വന്നതാണ് മനുഷ്യപുത്രനായിട്ട്. പിന്നെ അവിടെ താൻ കാള എന്ന് പറയുന്ന അവസ്ഥയിൽ താൻ അങ്ങനെ പറയുന്നത് യശയാപ്രവചനം പറയുന്നത് കാള തന്റെ ഉടയനെ അറിയുന്നു, കഴുതന്റെ പുൽത്തൊട്ടി അറിയുന്നു എന്ന് പറയുന്നു. കാള തന്റെ ഉടയനെ അറിഞ്ഞുകൊണ്ടുള്ളതായ ഒരു കാളയുടെ ജീവിതമാണ് കർത്താവിൽ കാണുന്നത്, കാളമുഖം എന്ന് പറയുന്നത്. പിന്നെ കഴിവെന്ന് താൻ ദൈവത്തിനായിരുന്നു. അവൻ ഉയർത്തേഷം അവനെന്ന് വായിക്കുന്നുണ്ടല്ലോ, ദൈവം ഒന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി ആത്മരാത്തിൽ. അപ്പോൾ താൻ ദൈവം ഈ 3 സ്വഭാവം 4 സ്വഭാവം നമുക്കുണ്ട്. നമ്മെ തന്നെ ഭരിച്ചുകൊണ്ട് നമ്മൾ രാജാക്കന്മാരാണ്. നമ്മെ തന്നെ വ്യക്തമായിട്ട് യേശുക്രിസ്തു നമ്മൾ വ്യക്തമായിട്ട് മനുഷ്യരാണ്. ഈ ലോകത്ത് നാം ജീവിക്കേണ്ടത് ദൈവം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചോ ആ കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്നാ പറയുന്നത്. കൂടാതെ തന്നെ സേവനം ചെയ്യാന്നൊക്കെ നമ്മൾ വെളിപ്പാട് നമ്മൾ റോമലേഖനം 12 വായിക്കുന്നുണ്ടല്ലോ, സേവനം ചെയ്യുന്നുണ്ടായിരിക്കണം ദൈവത്തിന് വേണ്ടി. സേവന പിതാവിന് ഇഷ്ടം ചെയ്യാന്നൊക്കെ വേണം. നമ്മളെ വീണ്ടും ജനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തു സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെ സൽപ്രവൃത്തി ചെയ്യാന്നൊക്കെ കൊണ്ടാണെന്ന് എഫെസ്യർ 2:10 പറയുന്നു. അപ്പൊ സൽപ്രവൃത്തിക്കായിട്ട് വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്നു പറയുന്നു. അപ്പൊ സൽപ്രവൃത്തി ചെയ്യാന്നൊക്കെ സേവനം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയോ കാണിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മക്കൾ വിളിക്കപ്പെടും. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മക്കൾ വിളിക്കപ്പെടും. കർത്താവ് പറയുന്ന അല്ലാണ്ട് രക്ഷിക്കപ്പെടുന്നു പറഞ്ഞ ദൈവത്തിന്റെ മക്കൾ വിളിക്കപ്പെടുന്നെങ്കിൽ അതിന് യോഗ്യത വേറെ പറഞ്ഞു. പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്ന ദൈവത്തിന്റെ മകനാണെന്ന് നാം റോമാലേഖനം 12 വായിക്കും. അപ്പൊ ദൈവത്തെ വെറും കുഞ്ഞുങ്ങളല്ല, കുഞ്ഞുങ്ങൾ നടത്തപ്പെടുന്ന അവസ്ഥയോട്ട് വരണം. നടക്കാന്ന് പറയുമ്പോൾ കുഞ്ഞു നടക്കണമല്ലോ, അത് പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്ന അവസ്ഥയിൽ വരുന്നത്. അപ്പൊ പുരുഷത്വം വരികയാണ്. പുരുഷത്വം കാണിക്കുന്നു പറയുന്നുണ്ട് വരുന്നതിനാണ്. ആ പുരുഷത്വം കാണിച്ചുകൊണ്ടുള്ള ജീവിതം. അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഒരു സേവന മനോഭാവത്തില് ഇത് സഭയില് ഇങ്ങനെ ഈ 4 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ രാജാവിന്റെ സ്വഭാവം നമ്മളുണ്ട്, കർത്താവിൻ്റെതായ മനുഷ്യത്വ സ്വഭാവം, നമ്മുടെ യഥാർത്ഥ മനുഷ്യത്വം ക്രിസ്തു നാം കാണിക്കണം. കൂടാതെ തന്നെ സേവനം നാം ചെയ്തുകൊണ്ട് ചെയ്യണം. പിന്നെ ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിൽ ജീവിക്കുമ്പോൾ ഈ 4 സ്വഭാവങ്ങളും നമ്മൾ ഈ വചനപ്രകാരം ജീവിക്കുമ്പോഴാണ് നാമും ആ 4 കൊമ്പുകൂടി കെട്ടപ്പെടുന്നത്. ഈ 4 സ്വഭാവം നമ്മൾ വെളിപ്പെടുന്ന നാളെ ആ സ്വഭാവം വെളിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സിംഹാസന മുമ്പിൽ മുട്ടുകുത്തി വിശുദ്ധൻ പറഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കുന്നത്. ഇതിനെ കാണിക്കുന്നത് അവിടെ കാണിക്കുന്നത്. അല്ലാതെ അവിടെ മൃഗത്തെ കാണിച്ചിട്ട് സ്വർഗത്തിൽ ഒരിക്കലും മൃഗത്തിൻ്റെതായ കാണിച്ച് ബൈബിളിൽ പറയുന്നില്ല. ജഡവും മാംസരക്ഷവും ഒന്നും സ്വർഗം അത് അവകാശപ്പെടുന്നില്ല. ആത്മതലം മാത്രമുള്ള സ്വർഗാറ്റിലുള്ള അവകാശപ്പെടുകയുള്ളൂ. വ്യാഖ്യാനിച്ചുകൊണ്ട് ചില പുസ്തകം എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിനെ ഈ ലോകത്തിലുള്ള മൃഗങ്ങളെ പ്രതികരിച്ചുകൊണ്ടുണ്ടാവുക. വ്യാഖ്യാനിക്കാത്തക്കോണം ഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കും, ഞാൻ കളിയാക്കിയല്ല. പക്ഷെ വചനത്തിലുള്ളത് വ്യക്തമാണ്. ക്രിസ്തുവിൻ്റെതായ ആ സ്വഭാവം നാം വെളിപ്പെടുത്തുന്ന കാര്യമാണ് അവിടെയും വെളിപ്പെടുന്നത്. അപ്പൊ ഈ സ്വഭാവം നമ്മളിലും ഉണ്ടാവണം എന്ന് പറയുന്നത്. ഇതിനെല്ലാം കാണിക്കുവാനും പഠിപ്പിക്കുവാനും കാണിക്കുവാനും പ്രവർത്തിക്കുവാനും തക്കവണ്ണമാണ് സഭയോടുള്ള ബന്ധത്തിൽ നമ്മെയും ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഈ ഏകീഭാവത്തിൽ അത് എല്ലാ വിധത്തിലും കൊണ്ടുവന്ന് പുത്രന്റെ രൂപത്തിലോട്ട് അനുരൂപരാക്കാൻ തക്കവണ്ണം അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ളതായ ഉദ്ദേശം പുത്രന്റെ രൂപത്തോട് നമ്മൾ എങ്ങനെയാണ് അവൻ മുൻകണ്ടവർ അല്ലെങ്കിൽ ലോകസാബിനെ നമ്മെ പുത്രന്റെ രൂപത്തിൽ അനുരൂപരാകാൻ തക്കവണ്ണം മുൻകണ്ടവരെ വിളിച്ചുവിടെ നീതിയോട് തിരസ്കരിച്ചിരിക്കുന്നു. എങ്ങനെയാ പുത്രന്റെ രൂപത്തിൽ അനുരൂപരാകാൻ തക്കവണ്ണം ഉള്ളതായ ഒരു അന്തരീക്ഷത്തിലാണ് സഭയെ കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചതായിട്ട് പരമ ഉദ്ദേശം മനസ്സിലാകേണ്ടത്. പുത്രന്റെ രൂപത്തിൽ അനുരൂപരായി നമ്മളെല്ലാം ഇത്ര നാളത്തെ കൃഷി ചെയ്തുകൊണ്ട് എത്രത്തോളം ആ അനുരൂപത്വം പ്രാപിച്ചു. വെറും രക്ഷ മാത്രമാണോ? അവർ ദാനം രക്ഷിക്കപ്പെടും, എന്നാൽ നഗ്നായിട്ട് എത്രയെന്ന് പൊരുന്നിനായിട്ട് വായിക്കണം. 3 കൊരിന്ത്യർ 3 നമ്മളുടെ പണി മരം പുല്ല് വായിക്കൊണ്ടാണെല്ലാം കത്തിപ്പോവും. അല്ലെങ്കിൽ വലിയേറെ കല്ല് സ്വർണം വെള്ളി കൊണ്ടൊക്കെ ആണെങ്കിൽ അത് നിലനിൽക്കും, നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറയും. പ്രതിഫലം ഉദ്ദേശിക്കുന്നത് ശോഭയോടുകൂടി ശോഭ ചെയ്യുന്നതാണ്. അങ്ങനെ രൂപത്തിൽ അനുരൂപരായിത്തീരുന്നു.
ആ അവസ്ഥയോട് ചേർന്നപ്പോൾ നമ്മൾ ആക്കി വെച്ചിരിക്കും ഓട്ടക്കളത്തിൽ. പിന്നെ പിന്നെ ഇത് ബാക്കിയെടുത്ത് ഉപയോഗിക്കുന്ന വെച്ചാൽ ക്രിസ്ത്യ ജീവിതത്തിന്റെ പരമ ഉദ്ദേശം പുത്രന്റെ രൂപത്തിൽ അനുരൂപരാക്കുക. സമയമായി 5 മിനിറ്റ് ഉണ്ട്. ഇപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ ആഴ്ച ഞാൻ ടച്ച് ചെയ്ത് പോകാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇത് ഉണ്ടാക്കിയതായ സ്ലൈഡ് ഉണ്ടാക്കി തന്ന ആള് പേര് പറയുന്നില്ല. ഇത് ഇതെല്ലാം ഇത് ഇന്നത്തെ ടച്ച് ചെയ്യാൻ തക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയായി. അപ്പൊ ഒരു കാര്യം ശരിയാണ്, വളരെ വ്യക്തമായിട്ട് ആ കഴിഞ്ഞ ദിവസം ഒന്നും കൂടെ ഞാൻ അത് സംക്ഷിപ്തമായിട്ട് പറയാൻ തക്കവണ്ണം പരിശ്രമിച്ചു. അതുപോലെ എത്രത്തോളം നിങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം പറ്റുന്ന കാര്യം അറിയില്ല. ഇത് കേട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും സംശയം പ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ എന്നെ വാട്സപ്പിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ടെലിഫോണിൽ കൂടെ എന്റെ വാട്സപ്പ് നമ്പർ, എന്റെ ടെലിഫോൺ നമ്പർ അതൊക്കെ വിളിച്ചിട്ടും കാര്യങ്ങളെ ചോദിക്കുവാനോ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുവാനോ സാധ്യമാവുന്നതാണ്. ഒന്നും കൊണ്ടും ഒരു അമാന്തവും തോന്നേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും പറയുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ അത് നിജാവസ്ഥയെ ഉപയോഗിച്ചു കൊണ്ട് തന്നെ പോകണം. റാൻ മൂടി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഗുണമില്ല. ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഇത് വീണ്ടും ഗ്രഹിക്കാൻ തന്നെ ഇടയാത്ത വിധത്തിൽ ഇപ്പൊ ഈ കണ്ടതായ സ്ലൈഡുകളെല്ലാം വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ തക്കവണ്ണം പറ്റും. ഈ ആഴ്ച സ്ലൈഡുകളെല്ലാം കാണിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. സിബിന് ഈ ആഴ്ചത്തെ സ്ലൈഡ് ഒന്ന് എടുത്ത് കാണിക്കാമോ? അത് പാടാൻ പറ്റില്ല. സിബിൻ ഒന്ന് ഓടിച്ചൊന്ന് കാണിക്കാമോ? 6-ാം തീയതി സൈഡുകൾ ഒന്ന് മാത്രം. ഓക്കെ, ഞാൻ കാണിക്കാം. സിബിന് കഴിഞ്ഞ ആഴ്ച വരാൻ പോകുന്ന കാര്യമാണ് ആ പറയാൻ പോകുന്നത്. ഇത് കാണിക്കുന്നത് അന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പോകുന്നത്. നാഴികക്കല്ലുകൾ എന്നുള്ളതായ കർത്താവിന്റെ യാഗത്തോട് ബന്ധപ്പെട്ടുള്ളതായ നാഴികക്കല്ലുകളാണ്. അത് വ്യാഖ്യാനിക്കേണ്ടതാണ്. അത് അടുത്ത ആഴ്ച ചെയ്യുന്നതാണ്. അതിനോട് ബന്ധപ്പെട്ട് അടുത്തിട്ട് റോഷൻ പിന്നെ ഇത് ആ യാഗങ്ങളോട് ബന്ധപ്പെട്ട് നോഹയോടുള്ള ബന്ധപ്പെട്ടതായ ആ രക്ഷയോട് ബന്ധപ്പെട്ടതായത് ക്രിസ്തുവിന്റെ വെടിവെപ്പിനെ നേടാൻ തീർന്ന പഴയ നിയമ നാഴികക്കല്ലുകൾ നോഹ. അടുത്തത് അതറിയാലോ, ഇബ്രാഹിം, ഇയ്യോബ്, ഇബ്രാഹിം, യോസേപ്പ്. ഇത് യോസേപ്പിൻ്റെതായിട്ടുള്ളതായ കാര്യങ്ങൾ. ഇത് മോശയോട് ബന്ധപ്പെട്ട്. അപ്പോ അടുത്ത ആഴ്ചയിൽ ഇതോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തക്കം ഇരിക്കുന്നത്. അതൊന്ന് ടച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാൽ സമയം കടന്നുപോയി. അപ്പൊ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കേട്ട വിഷയങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ടു എന്നുള്ളതായി അറിയില്ല. വല്ല സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ അമാന്തികരുതെന്ന് ഒരിക്കലും ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു.